ജമ്മു കശ്മീരിൽ മഴക്കെടുതി രൂക്ഷമാണ്. പൂഞ്ച്, രജൌറി എന്നിവിടങ്ങളിലായി 11 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. 7 പേരെ കാണാതായിട്ടുണ്ട്. ജമ്മു രജൌറിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഗാലാൻഡിലും മഴക്കെടുതി രൂക്ഷമാണ്. മോണിയിൽ 15 വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 6 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ആശങ്കയുടെ മണിക്കൂറുകളാണ്. എങ്ങനെയാണ് സൈന്യമടക്കം അവിടെയുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നേതൃത്വം നൽകാൻ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ആര്യ, ജമ്മു കാശ്മീരിലെ പൂഞ്ച്, അതോടൊപ്പം തന്നെ രജൌരി, കിഷ്ത്വാർ ജില്ലകളിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നത്. രജൌരിയിൽ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ 6 അടിക്ക് മുകളിലാണ് പലയിടത്തും വെള്ളം പൊങ്ങിയിരിക്കുന്നത്. രജൌരിയിലെ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. 400ഓളം വാഹനങ്ങളാണ് ഒലിച്ചു പോയത്. ഒപ്പം തന്നെ ചില വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് രജൌരിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ചെനാബ്, താവി നദികൾ ഇതിനോടകം തന്നെ കരകവിഞ്ഞതായാണ് മനസ്സിലാക്കുന്നത്. സുർണുവിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു മേഘവിസ്ഫോടനമാണ് ഇത്ര പെട്ടെന്ന് നദികളിൽ വെള്ളം കയറാനുള്ള ഒരു കാരണമായി പറയുന്നത്. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, അതോടൊപ്പം തന്നെ കരസേന, പോലീസ്, സിവിൽ സർവീസുകൾ തുടങ്ങിയവരുടെ എല്ലാം തന്നെ സേവനത്തോടു കൂടിയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ജില്ലകളിലെ മാത്രം പ്രശ്നമല്ല. ചനാബ് നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് സലാൽ അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ നദികളുടെ ഇരുവശത്തുമുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 14 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 11 മരണങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ജമ്മു കാശ്മീരിലെ മറ്റ് താഴ്ന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഈ പ്രളയ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇത് ജമ്മു കാശ്മീരിൽ മാത്രമല്ല, നാഗാലാൻഡിലും, വടക്കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിലും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. അവിടെ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ 15 വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. ഇതിൽ 6 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയും കനത്ത മഴയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംശയം. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.